الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, ഉംദത്തുൽ അഹ്കാമിലെ ഹദീസുകളാണ് നാം വായിച്ചു വരുന്നത്. കിതാബുൻ നിക്കാഹിലെ, നിക്കാഹുമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ ബാബു സദാഖ്, മഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹദീസാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ബാബു സദാഖ്, സദാഖ് എന്ന് പറഞ്ഞാൽ അത് മഹറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടുമ്പോൾ അവൾക്ക് നിർബന്ധമായും നൽകപ്പെടേണ്ട കാര്യത്തിനാണ് മഹർ എന്ന് പറയുന്നത്. മഹറില്ലാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വഉഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗു ബിഅംവാലികും. അതിനു പുറമെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹലാലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അൻ തബ്തഗു ബിഅംവാലികും, നിങ്ങളതിനെ തേടേണ്ടത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ്, അഥവാ നിക്കാഹ് കഴിക്കേണ്ടത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിക്കാഹിന് പകരമായി നൽകേണ്ട ഒരു കാര്യത്തിനാണ് മഹർ എന്ന് പറയുന്നത്. ഇനി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹറില്ലാതെ നിക്കാഹ് നടത്തി കഴിഞ്ഞാൽ ആ നിക്കാഹ് സഹീഹാകുമോ, സാധുവാകുമോ എന്നുള്ളത്. അഥവാ ഒരാൾ പറയാണ്, ഞാൻ എൻ്റെ മകളെ ഒരു മഹറുമില്ലാതെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സ്ത്രീയെ ഒരു മഹറുമില്ലാതെ ഇതാ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു നിക്കാഹ് സഹീഹാകും, പക്ഷെ അങ്ങനെ ഒരു ഷർത്ത് വെക്കുക എന്നുള്ളത് അത് ഫാസിദായ ഷർത്താണ്, തെറ്റായ ഷർത്താണ്, അങ്ങനെ പാടില്ല. അതുകൊണ്ട് നിക്കാഹ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇനി മഹർ കൊടുത്താൽ മതി. അഥവാ ഒരാൾ നിക്കാഹ് അങ്ങനെ നടത്തി കഴിഞ്ഞിരിക്കുന്നു, അപ്പം അതിനുശേഷം വന്ന് വിധി ചോദിച്ചാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നിക്കാഹ് ശരിയായിട്ടുണ്ട്, ഇനി മാറ്റിയൊരു നിക്കാഹ് നടത്തേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് ഇനി നിക്കാഹ് വല്ലതും കൊടുത്തിട്ട് വിവാഹബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ മഹറില്ലാതെ നിക്കാഹ് നടത്തി കഴിഞ്ഞാൽ നിക്കാഹ് സഹീഹല്ല, നിക്കാഹ് സഹീഹല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പകരമായിട്ട് വഉഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗു ബിഅംവാലികും, നിങ്ങൾ ആ സ്ത്രീയെ തേടേണ്ടത് ബിഅംവാലികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ മഹർ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മഹറില്ലാതെ അങ്ങനെ വല്ലവരും നിക്കാഹ് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ നിക്കാഹ് സ്വഹീഹല്ല, മാറ്റി അവർ നിക്കാഹ് കഴിക്കുക എന്നുള്ളതാണ് അവർക്ക് ബാധ്യതയായിട്ടുള്ളത്. കാരണം മഹറില്ലാതെ നിക്കാഹ് കഴിക്കുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായിട്ടുള്ള, പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല, മഹറിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കാം. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വംറഅതൻ മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ നബിയു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു മുഅ്മിനായ സ്ത്രീ, സത്യവിശ്വാസിയായ സ്ത്രീ, ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, നബിയോട് ഇതാ എന്നെ സ്വീകരിച്ചോളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അറാദ നബിയു അൻ യസ്തൻകിഹഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാര്യയെ, ആ സ്ത്രീയെ നിക്കാഹ് കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഖാലിസതൻ ലക്, അല്ലാഹു തആല പറഞ്ഞു, അത് നിനക്ക് മാത്രമാണ്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ള കാര്യമാണ് മഹറില്ലാതെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് മഹർ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, മഹറിൽ പണ്ഡിതന്മാർ പറയുന്നത് മഹറിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും കുറവ് മഹർ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്ക് വളരെയധികം തെറ്റിദ്ധാരണ ഉള്ള ഒരു കാര്യമാണ്.
പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരുപാട് മഹർ കൊടുക്കുക എന്നുള്ളതാണ് വലിയ അഫ്ളലായിട്ടുള്ള കാര്യം. നമ്മൾ മറ്റ് ദാനധർമ്മങ്ങളിൽ മറ്റുമൊക്കെ സമ്പത്ത് ഒരുപാട് കൊടുക്കുക എന്നുള്ളത് പൊതുവെ അഫ്ളലായിട്ടുള്ള കാര്യമാണ്. ഉദ്ഹിയ്യത്ത് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല ഒരുവിനെ തിരഞ്ഞെടുക്കുക, അത് അഫ്ളലായിട്ടുള്ള കാര്യമാണ്. നല്ല കൊഴുപ്പുള്ള ഒരുവിനെ തിരഞ്ഞെടുക്കുക അഫ്ളലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിക്കാഹിന്റെ വേളയിൽ ഏറ്റവും അഫ്ളൽ, അത് ഏറ്റവും കുറവ് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും ബറക്കത്തുള്ളത്, ഏറ്റവും അഹ്സനായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞത് അഅ്ലമു നിക്കാഹി ബറക്കതൻ ഐസറുഹു മഊന, നിക്കാഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ളത്, ഏറ്റവും എളുപ്പമുള്ള ചെലവുള്ളതാണ്, ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നതാണ് നിക്കാഹിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്താലാണ്, അങ്ങനെ നിക്കാഹിന്റെ ആ മൂല്യം, മഹറിന്റെ മൂല്യം വളരെ കുറവാക്കിയാലാണ് ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പുരുഷന്മാര് ചെറുപ്പക്കാരായ ആളുകൾക്ക് വിവാഹം കഴിക്കാൻ എളുപ്പമാകുക സമൂഹത്തിൽ മഹർ അത് വളരെ കുറവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അതല്ല എങ്കിൽ ഒരുപാട് പുരുഷന്മാർ നിക്കാഹ് കഴിക്കാതായി പോകും. സ്ത്രീകൾ ഒരുപാട് ആളുകൾ അവർ നിക്കാഹ് കഴിക്കാതായി പോകും. അങ്ങനെ അത് എന്ത് ചെയ്യും? അത് വലിയ പ്രയാസമാകും. കാരണം നിക്കാഹിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മഹർ സ്വീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല. മറിച്ച് നിക്കാഹിന്റെ ലക്ഷ്യം അത് മുസ്ലിം ഉമ്മത്തിൽ അത് വലിയ ഖൈറും, ഒരുപാട് മുസ്ലിം ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തസവ്വജുൽ വദൂദൽ വലൂദ ഫഇന്നി മുകാസിറുൻ ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, നിങ്ങൾ നന്നായി പ്രസവിക്കുന്ന നല്ല സ്നേഹമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുക. കാരണം ഞാൻ ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് ഒരുപാടായി അധികരിച്ചുണ്ടാകുക എന്നുള്ളത് അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ മഹർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവളെ ഒഴിവാക്കണമെന്ന് തോന്നിയാൽ പോലും അവൻ ചിലപ്പോൾ ചിന്തിക്കും എന്താ ചെയ്യുക, കാരണം വലിയ മഹറാ കൊടുത്തിട്ടുള്ളത്, ഇവൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും കിട്ടൂല, ഒരു രൂപ അവന് കിട്ടുകയില്ല. അപ്പൊ അതും അവന് പ്രയാസമാണ്. അവൻ ചിലപ്പോൾ ഇത്രയും കൊടുത്തതല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യുക, നമ്മളിനി ഇത് ഒഴിവാക്കാൻ സാധിക്കുകയില്ലോ എന്ന രൂപത്തിലും അവന് പ്രയാസമാണ്. എന്നാൽ നിക്കാഹ് മഹർ ചെറുതാണെങ്കിൽ, അവളുമായി ഒത്തുപോകുന്നില്ല എങ്കിൽ അവനത് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് മഹർ ചെറുതാക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുമില്ലാത്തൊരു വ്യക്തിയോട് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കുറഞ്ഞൊരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും നീ എടുത്തു കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മതി, ഇരുമ്പിന്റെ മോതിരമെങ്കിലും എടുത്തു കൊണ്ടുവരിക, അത് മതിയായതാണ്. എന്നാൽ അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ ഇല്ലെങ്കിൽ നീ കഴിച്ചോളൂ, നിക്കാഹ് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇൽതമിസ് വലൗ ഖാതിമൻ മിൻ ഹദീദ്, നീ പോയി ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ മഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി ഈ അധ്യായത്തിലുള്ള ഹദീസുകൾ വായിക്കാം. ഒന്നാമത്തെ ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅതഖ സഫിയ്യത വജഅല ഇത്ഖഹ സദാഖഹ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ടതാണ്. പക്ഷേ അവർ ആദ്യം ഒരു ജൂത സ്ത്രീയായിരുന്നു. മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്തതിന് ശേഷം അവർ മുസ്ലിമീങ്ങൾക്ക് കീഴിൽ വരികയും ഇസ്ലാമിന്റെ കീഴിൽ വരികയും അവർ അടിമ സ്ത്രീയായി തീരുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിക്കുകയുണ്ടായി. എന്താണ് മോചിപ്പിക്കാൻ? സാധാരണ മോചിപ്പിക്കാൻ മോചനദ്രവ്യം നൽകണം, അതിന്റെ പണം നൽകണം, അപ്പോഴാണ് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ നിക്കാഹിന്റെ മഹറായിട്ട് വജഅല ഇത്ഖഹ സദാഖഹ, ഞാനിത് മഹറിന് പകരമായിട്ട് എന്ത് ചെയ്തു? ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അവര് യഹൂദര സ്ത്രീയായിരുന്നു. ഖൈബർ യുദ്ധത്തിൽ ആണ് യഹൂദരെ ഇസ്ലാമിന്റെ കീഴിൽ വന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ വാപ്പയും മറ്റുമൊക്കെ ഹുയൈ ബിൻ അഖ്തബ് ബനു നദീർ ഗോത്രക്കാരുടെ നേതാവാണ്. അവര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രയാസത്തിലായി കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏറ്റെടുക്കുകയും അവരെ അടിമത്തം ഒഴിവാക്കി കൊടുക്കുകയും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? നിക്കാഹ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹുകൾ നോക്കിയാൽ നമുക്ക് അധികവും കാണാൻ സാധിക്കുന്നത് ആ നിലക്കാണ്. ഏതെങ്കിലും നിലക്കുള്ള പ്രയാസമുള്ള കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ടും ആ രൂപത്തിലൊക്കെയാണ്. അതല്ലാതെ ഒരുപാട് ദിക്റുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടില്ല. പലപ്പോഴും തലാഖ് നടന്ന സ്ത്രീകളെയോ അതല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളെയോ ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? വിവാഹം ചെയ്ത്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ബിക്റായിട്ട്, കന്യകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത്. അവിടുന്ന് വേണമായിരുന്നെങ്കിൽ അവിടുന്ന് ഒരുപാട് കന്യകളൊക്കെ വിവാഹം ചെയ്യാമായിരുന്നു. പക്ഷേ
അങ്ങനെ അവിടുന്ന് ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മോചനദ്രവ്യമായിട്ട് എന്ത് കൊടുത്തു? മോചനദ്രവ്യമായിട്ട് നിക്കാഹ് മഹറായിട്ട് അതങ്ങ് നിശ്ചയിക്കേണ്ട, അതിന് പകരം അത് മഹറായിട്ട് സ്വീകരിക്കുക. അതായത് ഈ അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യണം? അവൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അവളെ യജമാനൻ മോചിപ്പിക്കും. അപ്പോൾ ഒരു പണം കൊടുത്തു കഴിഞ്ഞാൽ യജമാനൻ മോചിപ്പിക്കും. അപ്പോൾ പണം തരേണ്ടതില്ല, ഞാൻ നിക്കാഹ് കഴിക്കാം, അതിൻ്റെ മഹറായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അത് നിശ്ചയിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു നിയമത്തിൽപ്പെട്ടതാണ് ഒരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് പാടില്ല. അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് പാടില്ല. മറിച്ച് അവർ വിവാഹം കഴിക്കണമെങ്കിൽ അവർ സ്വതന്ത്രയാകണം. വിവാഹം കഴിക്കണമെങ്കിൽ സ്വതന്ത്രയാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? അങ്ങനെ നിക്കാഹ് നടത്തിയത് അതിനെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന് ശേഷമാണ് എന്നാണ്. രണ്ടാമത്തൊരു ഫായിദ ഈ ഹദീസിൽ നിന്ന് അന്നഹു യജൂസു അൻ യകൂന സദാഖു മൻഫഅ. സദാഖ അഥവാ മഹർ എപ്പോഴും ഒരു പണമോ മറ്റോ ആകണമെന്ന് നിർബന്ധമില്ല, ഒരു മൻഫഅത്തായാൽ മതി. കാരണം ഇവിടെ സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ആയാലും മതി, മഹർ ഒരു മൻഫഅത്തായാലും മതി, പകരം ഉള്ള ഒരു കാര്യമായാലും മതി, അത് അനുവദനീയമാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് വേണമെങ്കിൽ മഹറായിട്ട് എന്ത് കൊടുക്കാം? ഒരു കാറ് കൊടുക്കാം, മഹറായിട്ട് ഒരു വീട് കൊടുക്കാം, മഹറായിട്ട് ഒരു തയ്യൽ മെഷീൻ കൊടുക്കാം. കാരണം അതിനുശേഷം ആ തയ്യൽ മെഷീനെ കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാകാം. അതൊക്കെ അനുവദനീയമാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഫകുല്ലു മാ സഹ അഖ്ദുൽ ബൈഇ അലൈഹി സഹ അൻ യകൂന സദാഖൻ. നമുക്ക് കച്ചവടം ചെയ്യൽ അനുവദനീയമായ എന്ത് കാര്യമുണ്ടോ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മഹറായി കൊടുക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ കച്ചവടം ചെയ്യൽ അനുവദനീയമുണ്ടോ അതൊക്കെ മഹറായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹറാമായ കാര്യങ്ങൾ പാടില്ല. ഒരാളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഒരു ഗിറ്റാർ കൊടുത്തിട്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ പാടില്ല. കാരണം അത് വിൽക്കൽ ഹറാമാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വിൽക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം ഞാനിത് നിക്കാഹ് കഴിച്ചിരിക്കും, എനിക്ക് വലിയൊരു പിയാനോ വാങ്ങിത്തരാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വയലിൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് നിക്കാഹ് കഴിക്കാൻ പാടില്ല. കാരണം നിഷിദ്ധമായ കാര്യമാണ്. അങ്ങനെ എന്തൊക്കെ നിഷിദ്ധമായ കാര്യമുണ്ടോ അതൊന്നും പാടില്ല. എന്നാൽ അക്കത് കച്ചവടം നടത്തൽ അനുവദനീയമായ എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ മതിയായതാണ്. ഇനി അതിന് പകരം ഒരാളൊന്നും കൊടുക്കുന്നില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ ഖുർആനിൽ വന്നതുപോലെ തന്നെ എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ ഗോത്രത്തിൽ അവിടെ എത്തിയ സമയത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? അവിടുന്ന് ജോലി എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ജോലി എടുത്തു കൊടുത്തു. ഉദാഹരണത്തിന് പെണ്ണിന്റെ വാപ്പാണ് കെട്ടിടത്തിന്റെ സാധനങ്ങളൊക്കെ മറ്റും ഇറക്കി, ഞാൻ പണിയെടുത്തു തരാം, ഞാൻ കെട്ടിത്തരാം, കഷ്ടപ്പെട്ട് വീട് ഇയാൾ കെട്ടിക്കൊടുത്താൽ അത് മതി. അതായത് ഇന്ന് കല്ലിറക്കി കൊടുക്കണം, അല്ലെങ്കിൽ സാധനം കൊടുക്കണം എന്നില്ല, ആ പണിയെടുത്തു കൊടുത്താലും അത് മതി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട് ഇന്നി ഉരീദു അൻ ഉൻകിഹക. അദ്ദേഹത്തിന്റെ വാപ്പ പറയാൻ ആ പെണ്ണിന്റെ വാപ്പ പറയാണ് ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജ്. ആ ആൾക്ക് 2 പെൺമക്കളാണുള്ളത്. അപ്പൊ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വേണമെങ്കിൽ വിവാഹം ചെയ്തു തരാം. അലാ അൻ തഅജുറനി 8 ഹിജജ്. എനിക്ക് 7-8 വർഷം എന്റെ ആടുകളെ നോക്കാൻ നീ എന്ത് ചെയ്യണം? കരാർ ചെയ്യണം. അപ്പൊ 8 വർഷത്തെ പണിയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? നിക്കാഹിന് വേണ്ടിയിട്ട് മഹറായി നിശ്ചയിച്ചുള്ളത്. 8 വർഷം എന്ത് ചെയ്യുക? ആടുകളെ മറ്റും നോക്കി പണിയെടുക്കുക. അപ്പൊ ഇപ്പൊ നേരത്തെ ആ സ്ത്രീയാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്, ആടിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ നിക്കാഹ് കഴിച്ചാൽ പിന്നെ ആ ഒരു പെണ്ണിന് പിന്നെ ആ പണിയെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഭർത്താവ് ആ പണിയെടുത്തോളും. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഫൈൻ അത്മംത അശ്റൻ ഫമിൻ ഇൻദിക്. നീ 10 പൂർത്തിയാക്കുകയാണെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന പോലെയാണ്. വമാ ഉരീദു അൻ അശുഖ അലൈക്. നിന്നെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാലിഹീൻ. സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടും ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ. അപ്പൊ അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അത് സ്വീകരിക്കുകയും അങ്ങനെ 8 വർഷം അതിന് പകരമായി പണിയെടുക്കണം. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പകരം എന്ത് ചെയ്യാണ്? ഞാൻ 8 വർഷത്തെ പണി ഞാൻ അതിന് പകരം ചെയ്തു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് ഘട്ടത്തിൽ എന്ത് ഒരു ഉപകാരമുള്ള എന്തും നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊക്കെ മഹറായി. ഒരാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തു തരാം, ഈ വീട്ടിൽ എന്തെങ്കിലും തീർക്കാനുള്ള പണിയൊക്കെ ഞാൻ എടുത്തു തരാം. ഒരാളൊരു ഒരു കാർപ്പൻ്ററാണ്, ആശാരിയാണ്, ഞാൻ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വേണ്ട കട്ടിലും മേശമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അതല്ലെങ്കിൽ ഒരാൾ ഇലക്ട്രീഷ്യനാണ്, ഞാൻ ഈ വീട്ടിൻ്റെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ മൊത്തം ഞാൻ എടുത്തു തരാം. ഇതൊക്കെ മഹറായിട്ട് മതിയാകുന്നതാണ്. കാരണം അതിനൊക്കെ വിലയുണ്ട്. അപ്പം അതൊക്കെ മഹറായിട്ട് മതിയാകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഫായിദ. അടുത്ത ഹദീസ് വഅൻ സഹൽ ബിൻ സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത്ഹു ഇംറഅതൻ ഫഖാലത്. സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറയാണ്,
ഒരിക്കൽ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി വഹബ്തു നഫ്സി ലക്, ഞാനിതാ എന്നെ താങ്കൾക്ക് സമർപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടുക്കൽ വന്നിട്ട് എന്നെ വിവാഹം കഴിച്ചുകൊള്ളൂ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറൊരു വലിയുടെ ആവശ്യം ഇല്ല. കാരണം നബിയെക്കാളും അഫ്ളലായ ഒരാൾ, ഏറ്റവും മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധമുള്ള ഒരാൾ വേറെ ഇല്ല. ആ പെണ്ണിന്റെ ഉപ്പയെക്കാളും ആർക്കാണ് ബാധ്യതയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണ് തന്റെ ഉപ്പയെക്കാളും വലിയ വലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അടുപ്പമുള്ള മറ്റൊരാളും ഇല്ല. ഈ ഉമ്മത്തിന് ഓരോ വ്യക്തിയോടും ഏറ്റവും അടുത്ത ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ ഉപ്പയെക്കാളും ബാധ്യത റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് ഒരു വലിയന്റെ ആവശ്യമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ. അത് അവിടത്തേക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരങ്ങനെ സ്വന്തം സമർപ്പിക്കാൻ വന്നതാണ്. ഫഖാമത്ത് തവീലൻ, അവർ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്ത്രീകളോട് വലിയ താല്പര്യമുള്ള ആളാണെങ്കിൽ വരുന്ന ആളൊക്കെ വിവാഹം ചെയ്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ല. ഫഖാമത്ത് തവീലൻ, കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ മടി, അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. ഫഖാല റജുൽ, അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് സവ്വിജ്നിഹാ ഇൻ ലം യകുൻ ലക ബിഹാ ഹാജ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ താങ്കൾ എനിക്ക് ആ സ്ത്രീയെ വിവാഹം ചെയ്തു തന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി പറയുകയുണ്ടായി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈഇൻ തുസ്ദിഖുഹാ, നിനക്ക് അവൾക്ക് കൊടുക്കാനുള്ള വല്ല മഹറും നിന്റെ കയ്യിലുണ്ടോ? അവൾക്ക് വല്ല മഹറും കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല മാ ഇൻദി ഇല്ലാ ഇസാരി ഹാസ, വളരെ ദരിദ്രനായ ഒരു സ്വഹാബിയായിരുന്നു. ഈ ഉടുത്ത തുണിയല്ലാതെ എൻ്റെ അടുക്കൽ വേറൊന്നുമില്ല നബിയെ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസാറുക ഇൻ അഅതൈതഹാ ജലസ്ത വല ഇസാറ ലക്, നിന്റെ ഈ ഉടുത്ത തുണി അത് നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ വീട്ടിലിരിക്കേണ്ടി വരും. വേറെ തുണിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല, വേറെ തുണിയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫൽതമിസ് ഷൈഅൻ, നീ വേറെന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, മാ അജിദ്, എൻ്റെ അടുത്തൊന്നുമില്ല. ഖാല ഫൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, നീ ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടോ എന്ന് വീട്ടിൽ പോയി അന്വേഷിച്ചു വരി പറഞ്ഞു. അയാൾ പറഞ്ഞു, ഫൽതമസ, അയാൾ വീട്ടിൽ പോയി അന്വേഷിച്ചു. ഫലം യജിദ് ഷൈഅൻ, വീട്ടിലൊരു ഇരുമ്പിന്റെ മോതിരം പോലും ആ സ്വഹാബിയുടെ കയ്യിലില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ മഅക ഷൈഉം മിനൽ ഖുർആൻ, നിന്റെ അടുത്ത് ഖുർആൻ വല്ലതും ഉണ്ടോ? അത് ഖുർആൻ വല്ലതും പഠിച്ചതുണ്ടോ, ഹിഫ്ളാക്കിയതോ മറ്റോ ഉണ്ടോ? ഖാല നഅം, അതെ. ഫഖാല ഖദ് സവ്വജ്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, എങ്കിൽ ഇത് നിന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഖുർആൻ ഉള്ളത് അതിനു പകരമായിട്ട് ഞാൻ അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫായദകൾ ഇതിലുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരാളെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ത്രീയോട് എനിക്ക് നിന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിഷമാകും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതെ നിൽക്കുകയാണ്, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ നിന്നു, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കേണ്ടതില്ല, താല്പര്യമില്ല എന്ന് പറയാതെ മിണ്ടാതെ നിന്നു. അപ്പോൾ സ്വഹാബിയുടെ ഫഹ്മു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബിക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ ആ സ്വഹാബി ചോദിക്കുന്ന, യാ റസൂലല്ലാഹ് ഇൻ ലം യകുൻ ലക ബിഹാ ഹാജത്തുൻ ഫസവ്വിജ്നിഹാ എന്നാണ്. താങ്കൾക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ, താങ്കൾക്ക് അവൾ വേണ്ടെങ്കിൽ എനിക്ക് വിവാഹം ചെയ്തു തന്നോളൂ എന്ന് വളരെ മര്യാദയോടുകൂടിയാണ് സ്വഹാബി പറഞ്ഞത്. ഒറ്റടിക്ക് എനിക്ക് വിവാഹം ചെയ്തു തന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണോ അല്ലേ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് ആദ്യം എടുത്തു പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വിവാഹം ചെയ്തു തന്നോളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിന്റെ അടുക്കൽ വല്ലതും ഉണ്ടോ? അപ്പോൾ ഒന്നുമില്ല, ഈ തുണി മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകൾ: ഒന്ന്, ജവാസു തസവ്വുജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹിബതി ബിദൂനി സദാഖ് വഹദാ ഖാസുൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സദാഖില്ലാതെ, മഹറില്ലാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. വഹാദാ ഖാസുൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിക്ക് മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, വംറഅത്തുൻ മുഅ്മിന ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദ നബിയു അൻ യസ്തൻകിഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഒരു സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം കഴിക്കാൻ സ്വമേധയാ തയ്യാറായാൽ, സ്വയംവരത്തിന് അവൾ തയ്യാറായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൾ വിവാഹം കഴിക്കാവുന്നതാണ്. അത് നബിക്ക് മാത്രമാണ്, മറ്റൊരാൾക്കും അത് അനുവദനീയമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കാണാൻ സാധിക്കും. എന്നാൽ ഇത് മറ്റൊരാൾക്കും ഇത് പാടില്ല. സ്വഹാബികൾക്കോ അതല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരാൾക്കും ഇത് അനുവദനീയമല്ല. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹറില്ലാതെ വിവാഹം കഴിച്ചാൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹ് സ്വഹീഹാവുകയില്ല.
അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിക്കാഹ് അത് മുറിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, ഒരു മഹർ പറഞ്ഞിട്ട്, അത് വളരെ ചെറുതാണെങ്കിലും ഒരു മഹർ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ നിക്കാഹ് ഒന്നുകൂടി നടത്തണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫായിദ ബയാനുമാ അലൈഹി സ്വഹാബത്തു റളിയല്ലാഹു അൻഹും മിനൽ ഫഖ്രി വഖില്ലതി ദാത്തിൽ യദ്. സ്വഹാബികളുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഇവിടെ അറിയിക്കുന്നുണ്ട്. അവരെത്രമാത്രം ദരിദ്രരായിരുന്നു, എത്രമാത്രം കയ്യിലൊന്നുമില്ലാത്തവരായിരുന്നു എന്ന് ഇവിടെ അറിയിക്കുന്നുണ്ട്. ഇതാണ് മുഹാജിറുകളിലെയും അൻസാറുകളിലെയും ബഹുഭൂരിപക്ഷം അന്നത്തെ സ്വഹാബികളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ധനികരായ ആളുകളുണ്ട്, ഇല്ല എന്നല്ല. വലിയ ധനാഢ്യരായ വലിയ കച്ചവടക്കാരായ ആളുകളൊക്കെ മുഹാജിറുകളുടെ കൂട്ടത്തിലും അൻസാരികളുടെ കൂട്ടത്തിലും ഒക്കെ ഉണ്ട്. വലിയ കൃഷിയൊക്കെ ചെയ്തിട്ടും തോട്ടങ്ങളുള്ള മുതലാളിമാരായിട്ടുള്ള ആളുകൾ തന്നെ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥയും എന്താണ്, ദരിദ്രരായിരുന്നു എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അഥവാ ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും തന്നെ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടില്ല എന്നൊരിക്കലും ധരിക്കാൻ പാടില്ല. മറിച്ച് ദാരിദ്ര്യം രോഗത്തെ പോലെയാണ്. നമ്മളതൊരിക്കലും ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പണിയെടുക്കുകയോ ചെയ്യരുത്. ദാരിദ്ര്യം ഉണ്ടാവാൻ പണിയെടുക്കുക, അതോ പണിക്ക് പോവാതിരിക്കുക, അല്ല രോഗം ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത് രണ്ടും പാടില്ല. പക്ഷെ അത് വരും. അത് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും വരുന്ന നമുക്ക് അനിഷ്ടകരമായിട്ടുള്ള കാര്യമാണ് വിശപ്പ് അഥവാ ദാരിദ്ര്യം. അതുപോലെ തന്നെ ഫഖർ, ഖൗഫ്, പേടി, നിർഭയത്വമില്ലായ്മ, ഇതൊക്കെ വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെ പേടി കൊണ്ടും അതുപോലെ തന്നെ കായികനികളിലും മറ്റു സമ്പത്തിലും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളിലൊക്കെ നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടുമൊക്കെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം സ്വഹാബികൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആളുകളാണ് സ്വഹാബികൾ. അപ്പൊ അവരിൽ ദരിദ്രരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും ദാരിദ്ര്യം ഉണ്ടാകും. അപ്പൊ ചില ആളുകളുടെ വർത്താനുണ്ട്, ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഇല്ലാതാക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ അങ്ങനെ കഴിയില്ല. ചിലപ്പോൾ എല്ലാവർക്കും കഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കുകയില്ല, എല്ലാവർക്കും തടി കൊണ്ട് അധ്വാനിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായി ദാരിദ്ര്യം ഉണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഒരു നിയമമാണ്. ദാരിദ്ര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അവർക്ക് സക്കാത്തിന് അർഹരായി അവർ വരും. സ്വതക്കകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതേപോലെയുള്ള ഒരുപാട് ഇടപാടുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അത് മനുഷ്യന്മാർ പലതരത്തിലാണ്. ഒരാൾ എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ അയാൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനേ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫഖറിനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പണിക്ക് പോവാതെ, കഴിവുണ്ടായിട്ട് പണിക്ക് പോവാതെ ഫഖർ നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഇതേപോലെയാണ്, ഇത് രോഗത്തെ പോലെയാണ്. ഒരാൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കുകയൊന്നും ചെയ്യാതെ അത് നല്ലതാണെന്ന് ഒരാൾ ധരിക്കാൻ പാടില്ല. അത് നല്ലതല്ല. രോഗം വന്നാൽ ചികിത്സിക്കണം, അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. ഹിജാമ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കൈ ചെയ്തിട്ടുണ്ട്, അഥവാ ചൂട് വെക്കുന്ന ചികിത്സ ചെയ്തിട്ടുണ്ട്. പല ചികിത്സകളും അവിടുന്ന് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. മുറിവ് വന്നപ്പോൾ ചികിത്സ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ ചെയ്തിട്ടുണ്ട്. അത് തവക്കുലല്ല. ചികിത്സിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തവക്കുലല്ല. അനുവദിക്കപ്പെട്ട ചികിത്സ അത് ചെയ്യലാണ് നല്ലത്. പക്ഷേ ഏതുപോലെയാണ്, ചില സമയത്ത് നമുക്ക് എത്ര ചികിത്സിച്ചാലും ചിലപ്പോൾ രോഗം മാറൂല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ക്ഷമിക്കണം. അതേപോലെ തന്നെയാണ് ഫഖർ. നമ്മൾ എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ റിസ്ക് വന്നുകൊള്ളുന്നില്ല. നഷ്ടത്തിന്റെ മേലെ നഷ്ടമായി, അങ്ങനെ ഒരു നഷ്ടത്തിൽ വേറൊരു നഷ്ടത്തിലേക്ക് ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണിത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് ഫഖർ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ സ്വഹാബിയുടെ കയ്യിൽ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് ഒരു ഇരുമ്പിന്റെ മോതിരം പോലും എടുക്കാനില്ല. ഉടുത്ത തുണിയല്ലാതെ രണ്ടാമത്തൊരു തുണി, അത് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അവസ്ഥ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അല്ല, ബഹുഭൂരിപക്ഷവും അങ്ങനെ ഉണ്ടായിരുന്നു. അവർക്ക് വീടില്ലാതെ മസ്ജിദിൽ കഴിയേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. അഹ്ലു സുഫ എന്ന് പറയുന്ന ആളുകൾക്ക് വേറെ വീടില്ല. അവർ മസ്ജിദിൽ തന്നെ, മസ്ജിദുൻ നബവിയിൽ തന്നെ കഴിയുക, അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ഭക്ഷിക്കുക, അങ്ങനെ ജീവിച്ച ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഫായിദ ഹുസ്നു അദബി സഹാബ റളിയല്ലാഹു അൻഹും അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക ലിഖൗലി റജുൽ ഇൻ ലം യകുൻ ലക ബിഹാ ഹാജ ഫസവ്വിജ്നിഹ. നേരത്തെ പറഞ്ഞതാണ്. സഹാബികളുടെ ഏറ്റവും നല്ല മര്യാദ നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം എനിക്ക് നേരെ സവ്വിജ്നിഹ എന്ന് പറയാതെ ഇൻ ലം യകുൻ ലക ബിഹാ ഹാജ ഫസവ്വിജ്നിഹ, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് വിവാഹം ചെയ്തു തരൂ. ആ മര്യാദയിലാണ് പറഞ്ഞത്. അപ്പൊ സഹാബികളുടെ അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ
നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെയധികം ഹിക്മത്തുള്ള ആളുകളാണ്, വളരെ നല്ല ബുദ്ധിയുള്ള ആളുകളാണ് സ്വഹാബികൾ. അതേപോലെ തന്നെ ഏറ്റവും നല്ല മര്യാദയുള്ള ആളുകളാണ് സ്വഹാബികൾ. അങ്ങനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. നാലാമത്തെ ഫായിദ, ജവാസു തസ്വീജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യംറഅതിൻ മിൻ ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിൽപ്പെട്ട ഏതൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചു കൊടുക്കാനും എന്തുണ്ട്? അനുവാദമുണ്ട്. ഏതൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ, അവരുടെ വലിയാകാൻ റസൂലുള്ളാഹിക്ക് പറ്റും. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബിയാണ് അവർക്ക് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ വലി നബിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ആ പെണ്ണിന്റെ ഉപ്പയോ അല്ലെങ്കിൽ ഉപ്പയില്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളോ അങ്ങനെ ആരും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വലിയായിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വിലായത്തിനേക്കാളും വലിയ വിലായത്ത് മറ്റൊരാളിൽ നിന്നും ലഭിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ. വലിയില്ലാതെ നിക്കാഹില്ല. ഒരാൾക്ക് വലിയില്ലാതെ ഒരു സ്ത്രീയെ നിക്കാഹ് കഴിക്കുക എന്നുള്ള സമ്പ്രദായമില്ല. ഒരു സ്ത്രീ സ്വയം താല്പര്യപ്പെടുകയാണ്, നമുക്ക് നിക്കാഹ് കഴിക്കാം, ഇത് പാടില്ല. ഒരു വലിയുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് നിർബന്ധമാണ്. ഒരു വാപ്പുണ്ട്, ആരെങ്കിലും ഒരു വലിയുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സ്വന്തമായി എവിടെയെങ്കിലൊക്കെ പോയി നമുക്ക് അറേഞ്ച്ഡ് മാരേജ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്ത് നിക്കാഹ് നടത്താം. ആ നിക്കാഹ് സ്വഹീഹാവുകയില്ല. കാരണം ലാ നിക്കാഹ ഇല്ലാ ബി വലിയ്യിൻ, വലിയില്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ ഇതാണ് അഭിപ്രായം. അവർ വലിയില്ലാതെ നിക്കാഹ് കഴിക്കാന്നാണ്. കാരണം ഇമാം ഹനീഫയ്ക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ വന്ന ഏറ്റവും വലിയൊരു അബദ്ധത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് മീസാഖുൻ ഗലീദ്, വളരെ ഫലവത്തായ ഒരു മീസാഖാണ്, ഉറപ്പാണ് നിക്കാഹിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ തോന്നിയതുപോലെ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാം, അല്ല, അത് വലിയ അത്യാവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ ഫായിദ, ഫീഹി ദലീലുൻ അല അന്നഹു ലാ ബുദ്ദ മിൻ സദാഖിൻ ഫീ കുല്ലി നിക്കാഹ്. എല്ലാ നിക്കാഹിനും സദാഖ് അഥവാ മഹർ നിർബന്ധമാണ് എന്ന് ഈ ഹദീസിലുണ്ട്. എന്താണ് ഈ ഹദീസിലുള്ള ഫായിദ? അതിനുള്ള തെളിവ് എന്താണ്? കാരണം ഒരു ദരിദ്രനായ സ്വഹാബിയായിട്ട് പോലും എന്നാൽ ശരി, നിന്റെ അടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ, എന്നാ പിന്നെ നിക്കാഹ് കഴിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. അല്ലെങ്കിൽ ദറൂറത്തിന്റെ കേസാണ്, അവൻ്റെ അടുത്ത് ഒന്നുമില്ല, അപ്പോഴെങ്കിലും എന്നാ പിന്നെ കുഴപ്പമില്ല, നീ ഒന്നുമില്ലാതെ നിക്കാഹ് കഴിച്ചോളൂ എന്ന് പറയുന്നില്ല. അപ്പോൾ പണം ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായി നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ അയാളോട് ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതും കൂടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോലും എന്ത് ചെയ്യുന്നില്ല, എന്നാ പിന്നെ നിക്കാഹ് കഴിച്ചോളൂ, ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായി നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പൊ മഹർ വേണം എന്നുള്ളതിന്, നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവായിട്ട് പറയാവുന്ന ഒരു ഹദീസാണ് ഇത്. ആറാമത്തെ ഫായിദ, അന്ന സദാഖ യസിഹു ബികുല്ലി ഖലീലിൻ വകസീർ. മഹർ അത് എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും നിക്കാഹ് ശരിയാകും. നമ്മൾ അഫ്ളലിച്ച് കുറച്ചാണെന്ന് പറഞ്ഞു, പക്ഷെ എത്ര കൂടുതൽ കൊടുത്താലും ശരി, എത്ര കുറവ് കൊടുത്താലും ശരി, നിക്കാഹ് സ്വഹീഹാകും. എന്താണ് തെളിവ്? ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്. ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും അന്വേഷിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര കുറവാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിക്കാഹിന് അത് മതിയായതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് സ്വർണത്തിന് എത്ര വലിയ വിലയായിപ്പോയി. ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 1,00,000 അടുത്തേക്കാവും അല്ലെ. അത് ആഭരണമായി മാറി വരുമ്പോഴേക്ക് പിന്നെയും പണിക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 1,00,000 അടുത്തേക്ക് സ്വർണത്തിന് വിലയാവുകയാണ്. എന്നാൽ അതിനനുസരിച്ചിട്ട് ആളുകളുടെ സാലറിയിലും മറ്റുമൊന്നും വലിയ ഇൻക്രിമെന്റ് വന്നിട്ടില്ല. പെട്ടെന്ന് വലിയൊരു ഗ്യാപ്പ് കൂടെ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കുറച്ചൊരു 5 കൊല്ലം മുമ്പ് 2 പവന് 1 പവനൊക്കെ കൊടുത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ 3 പവനൊന്നും കൊടുത്ത ആൾക്കാർക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം അത്ര വലിയ വ്യത്യാസം അവന്റെ ഇൻകമിലും അതുപോലെ സ്വർണത്തിന്റെ വിലയിലും പെട്ടെന്ന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 3 പവനോ 4 പവൻ നേരത്തെ അവന്റെ കുടുംബത്തിൽ കൊടുത്ത ആൾക്കാർ കൊടുത്തതുപോലെ കൊടുക്കാൻ കഴിയണം എന്നില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യുക? സ്വർണം തന്നെ ഉപേക്ഷിക്കാം, യാതൊരു ആവശ്യമില്ല. സ്വർണം തന്നെ കൊടുക്കണം എന്നുള്ളതിൽ പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല. വെള്ളി കൊടുത്താൽ മതി. വെള്ളിയുടെ മാലയോ വെള്ളിയുടെ മോതിരമോ എന്തും കൊടുക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുമ്പിന്റെ മോതിരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ വെള്ളി പറയാനുള്ളൂ. വെള്ളിക്ക് വിലയെങ്കിലും ഉണ്ട്. ഇരുമ്പിന്റെ മോതിരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലൗ ഖാതമൻ മിൻ ഹദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ല. അപ്പോൾ എത്ര കുറവ് വേണമെങ്കിലും കൊടുക്കാം, അതിൽ യാതൊരു കുഴപ്പവും അതിലില്ല, യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട്
എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സാമൂഹിക ബാധ്യതയാണ്. ഇങ്ങനെ ഒരുപാട് മഹർ കൂടുമ്പോൾ ഇത് പല അറബ് രാജ്യങ്ങളിൽ പോലും മഹർ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾ വലിയ പ്രായം ചെന്നിട്ടും കല്യാണം കഴിക്കാത്ത അവസ്ഥയിലേക്ക് 25, 26, 28 അങ്ങനെ 30 വരെയൊക്കെ ആയിട്ടും വിവാഹം നടക്കാത്ത അവസ്ഥ. കാരണം അവിടെ മഹർ മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ചെലവാണ്. മഹർ പോരാ, ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾക്കൊരു കാറ് വേണം, വീട് വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെ നോക്കിയാൽ വലിയ ചെലവാണ് അവർക്ക് ഉണ്ടാകുന്നത്. അത് അവർ വലിയ പ്രയാസമായിട്ട് ആളുകൾ അവർ പറയുന്ന കാര്യവുമാണ്. അൽഹംദുലില്ലാഹ് നമ്മളെ നാട്ടിൽ അതില്ല. എന്നാൽ പോലും ഇപ്പോൾ ഈ സ്വർണത്തിന്റെ വിഷയം വരുന്നത് കൊണ്ട് പലപ്പോഴും വലിയ പ്രയാസം പലർക്കും ഉണ്ട്. അത് രണ്ടു കൂട്ടരും മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കായി ഒരിക്കലും ഒരു ഉപ്പ കണക്കാക്കരുത്. ഇത്ര പൈസ വാങ്ങിയാലേ ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കൂ. അതല്ല, ഒരു മാർക്കറ്റല്ല അത്. വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റിയ മാർക്കറ്റല്ല ഇത്. മറിച്ച് നിക്കാഹ് എളുപ്പത്തിൽ നടക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏഴാമത്തെ ഫായിദ ഇതിന് ബന്ധപ്പെട്ടതാണ് അന്നഹു ലാ യജിബു അൻ യകൂന സ്വദാഖു കസീറൻ. മഹർ ഒരുപാട് വലുതാവണം എന്നുള്ളത് നിർബന്ധമില്ല. ഈ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. എട്ടാമത്തെ ഫായിദ അന്നഹു യജൂസ് അൻ യകൂന സ്വദാഖു മൻഫഅതൻ യബ്ദുലുഹ സൗജു ലിൽ മർഅ. ഒരു മൻഫഅത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു മൻഫഅത്ത് തന്നെ, ഒരു ഉപകാരം തന്നെ മതി. ഒരു നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു വസ്തു തന്നെ വേണം എന്നില്ല, മറിച്ചൊരു ഉപകാരം തന്നെ മതി. അത് തെളിവാണ്. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെന്തില്ല, അവനവിടെ ഒരു വസ്തു ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഒരു പഠിപ്പിക്കലാണ് അവിടെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഒൻപതാമത്തെ ഫായിദ പ്രത്യേകം പറയാണ്, ഫീഹി ദലീലുൻ അലാ ജവാസി ജഅലി തഅലീമിൽ ഖുർആനി സദാഖ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മഹറായി നിശ്ചയിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അതിപ്പോൾ നമ്മൾ അതിൽ എന്ത് പൈസ ഉണ്ടായാൽ പോലും ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഖദ് സവ്വജ്തുക ബിമാ മഅക മിനൽ ഖുർആൻ, എൻ്റെ കയ്യിലുള്ള ഖുർആൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് നിക്കാഹ് ചെയ്തെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് ഇങ്ങനെ മുസ്ഹഫിന്റെ കോപ്പി കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഇവന് ഖുർആൻ അറിയാം നല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ ഓതാൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇതേതായാലും മതി. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ എൻ്റെ സൂറത്തുൽ ബഖറ നിനക്ക് എന്ത് ചെയ്യാണ്, അത് മഹറായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ സൂറത്തുൽ ബഖറ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി ഞാൻ എന്ത് ചെയ്തു തരും, അത് നിനക്ക് ഓതി അതിന്റെ തഫ്സീർ പറഞ്ഞു തരും. അങ്ങനെ നിനക്ക് ഖുർആൻ പഠിപ്പിക്കും. നീ നോട്ടൊക്കെ എടുത്തിരുന്ന് എഴുതി പഠിച്ചോളൂ. ഇത് പഠിക്കാം, അത് ഞാൻ നിനക്ക് മഹറായി നിശ്ചയിച്ചു. അല്ലെങ്കിൽ ഓതാൻ അറിയാത്തൊരു സ്ത്രീയാണ്, അപ്പോൾ ഞാൻ നിന്നെ ഖുർആൻ എന്ത് ചെയ്യും, ഓതാൻ പഠിപ്പിക്കും. മതി. ഒരാൾ പറയാണ്, ഞാൻ അതിന്റെ നൂറാനി കായിക വെച്ചിട്ട് ഞാനിത് ഖുർആൻ നിന്നെ ഓതാൻ പഠിപ്പിക്കും. അങ്ങനെ ഫാത്തിഹ മുതൽ നാസ് വരെ നിനക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഒരു പുതിയ ഇസ്ലാമിലേക്ക് ഒരു സ്ത്രീ വന്നതിന് മഹറുവാണ് ഒരാൾക്ക്, ഞാൻ ഖുർആൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ കിതാബ് തൗഹീദ് നിന്നെ ഫുൾ പഠിപ്പിച്ചു തരാം, 67 ബാബും 66 ബാബും പഠിപ്പിച്ചു തരാം എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് മതി. ഒരു മൻഫഅത്ത് അത് മതിയായതാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ചോദ്യമുണ്ട്, ഹൽ യജൂസു അൻ യകൂന സദാഖു ഇത്തിസാഫ അസ്സൗജി ബിഹിഫ്ളിൽ ഖുർആൻ. ഭർത്താവ് ഹാഫിളുൽ ഖുർആനാണ്, ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്നത് മഹറായി നിശ്ചയിക്കാൻ പറ്റുമെന്നാണ്. അത് പാടില്ല എന്നാണ്. കാരണം ഭർത്താവ് ഹാഫിളുൽ ഖുർആൻ ആയി എന്നുള്ളത് കൊണ്ട് ഭാര്യയ്ക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല അവിടെ. മറിച്ച് അത് പഠിപ്പിക്കുമ്പോഴാണ് ഉപകാരം കിട്ടുന്നത്, ഒരു മൻഫഅത്ത് കിട്ടുന്നത് അപ്പോഴാണ്. സ്ത്രീക്ക് ഒരു ഉപകാരം കിട്ടേണ്ടതുണ്ട്. അത് ഒന്നുകിൽ ഫിസിക്കലായിട്ട് സ്വർണ്ണോ വെള്ളിയോ പോലുള്ള സാധനം കിട്ടുക, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്യൽ മെഷീനോ എന്തും കൊടുക്കാം. അതല്ലെങ്കിൽ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കിട്ടണം. അതല്ലാതെ ഞാൻ ഹാഫിളാണ്, ഞാൻ ആലിമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് അത് മെഹറായി നിശ്ചയിക്കുക എന്നുള്ളത് അത് പാടില്ല എന്നാണ് പറയുന്നുള്ളത്. അപ്പം ഇതിൽ നിന്നും അലഹാദ, ഇതിൽ നിന്നും ഊരിത്തിരിഞ്ഞു വരുന്ന മറ്റൊരു ഫായിദയുണ്ട്. അന്നഹു യജൂസു തഅലീമുൽ ഖുർആനി ബിൽ ഉജ്റ. ഖുർആൻ പഠിപ്പിക്കാൻ നമുക്ക് ഫീസ് നിശ്ചയിക്കാം എന്നുള്ളതിന് ഇതിലെന്തുണ്ട്, തെളിവുണ്ട്. കാരണം ഇവിടെ ഒരു കൊടുക്കേണ്ടതായ ഒരു മൂല്യത്തിന് പകരമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഒരു ഇരുമ്പിന്റെ മോതിരത്തിന് വിലയുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മഹറിന് വിലയുണ്ട്. അപ്പം അതിന് പകരമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ ഒരാൾ പഠിപ്പിക്കുന്നതിന് ഞാനിത് സൂറത്തുൽ ബഖറ അത് ഞാൻ പഠിപ്പിക്കാം, അതിന്റെ ദർസ് എടുക്കാം. അപ്പം അതിന് ഫീസ് നിശ്ചയിക്കുക എന്നുള്ളതിന് തെറ്റില്ല. അതിന് വേറെ ഹദീസും ഉണ്ട്, ഇന്ന അഹഖ മാ അഖദ്തും അലൈഹി അജ്റാ കിതാബുല്ലാഹ്. നിങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ഹദീസിൽ തന്നെ ഉണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. അത് അനുവദനീയമായ കാര്യമാണ്. അത് റുഖിയയുടെ ബാബിലൊക്കെ
ഉദ്ധരിച്ചിട്ടുണ്ട്. കിതാബു തുബ്ബിലാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരാൾക്ക് റുഖ്യ ചെയ്താൽ, ഖുർആൻ ഓതലാണ് അവിടെ നടക്കുന്നത്, റുഖ്യ ചെയ്താൽ അതിന് വേണമെങ്കിൽ ഒരു മാന്യമായ ഒരു തുക ഒരാൾക്ക് സ്വീകരിക്കുക അനുവദനീയമായ കാര്യമാണ് എന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്, ഖുർആൻ ദർസ് എടുക്കുന്നതിന്, ഒരാൾ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അതിനൊരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ, അങ്ങനെ നിശ്ചയിക്കൽ അനുവദനീയമായ കാര്യമാണ്, തെറ്റല്ല. ഖുർആൻ കൊണ്ട് പൈസ ആക്കുക എന്ന് പറയുന്ന കാര്യം അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഖുർആനെ വിറ്റ് കളയുക, അല്ലെങ്കിൽ ഖുർആനെ നിസ്സാരമായ തുകയാക്കി കളയുക എന്നുള്ളതല്ല അത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, കേവലം ഖുർആൻ ഓതുന്നതിന് എന്ത് ചെയ്യാൻ പാടില്ല, പൈസ മേടിക്കാൻ പാടില്ല. ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതിത്തരാം, കുറച്ചു നേരം ഖുർആൻ ഓതാം, അതിന് പൈസ വാങ്ങിക്കുക എന്നുള്ളത് പാടില്ല. കാരണം അവിടെ ഒരു മൻഫഅത്തില്ല. നമ്മളൊരു ഇബാദത്ത് മാത്രം ചെയ്ത് ഇബാദത്തിന് പൈസ ഉണ്ടാക്കുകയാണ്, അത് പാടില്ല. മറ്റേത് ഒരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ട്, അതിനാണ് മൻഫഅത്ത് അതിനാണ് അജ്ർ വാങ്ങിക്കുന്നത്, അത് അനുവദനീയമാണ്. പക്ഷെ ഒരാൾ വെറുതെ ഖുർആൻ ഓതിയിട്ട് അതിന് പൈസ വാങ്ങുക എന്നുള്ളത് ഹറാമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതാണ്, വബിഹി നഅരിഫു ഗലത മൻ യഅതൂന ബിൽ ഖുറാഇ ബഅദൽ മൗത്തിൽ മയ്യിത്ത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഖുർആൻ ഓതാനുള്ള ആൾക്കാരെ കൊണ്ടുക എന്ന് പറയുന്ന ആളുകൾക്ക് പറ്റുന്ന തെറ്റിതാണ്. വയഖൂലു ഇഖ്റ ലി ഫുലാനി സൂറത്തുൽ ഫുലാനിയ, ഇന്ന സൂറത്തൊക്കെ ഓതും. ഫഇന്ന ഹാദാ ഹറാമുൻ അലൽ ഖാരി വഅലാ ബാദിൽ ഇവദ്. അത് പൈസ കൊടുക്കുന്നവനും ഹറാമാണ്, അവിടെ ഓതി പൈസ വാങ്ങുന്നതും ഹറാമാണ് എന്നുള്ളതാണ്. കാരണം അവിടെ മയ്യത്തിനൊരു ഉപകാരവും ഈ ഖുർആൻ ഓതുന്നതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതൊരു വിഷയമുണ്ട്. അതുപോലെ ഖുർആൻ ഓതി പൈസ വാങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ആരാളെ പഠിപ്പിക്കുകയൊന്നുമല്ല. അവിടെ ഇങ്ങനെ അവിടെ വന്നിട്ട് ഇയാളിങ്ങനെ യാസീൻ ഓതുക, അങ്ങനെ കുറേ മൗല്യന്മാർ വന്ന് അവിടെ നിന്നിട്ട് ഒരു 10 ആൾ വന്ന് എല്ലാവരും യാസീൻ ഓതുക, 500, 1000, 2000 വാങ്ങി പോകുക, ഇതൊരു നിഷിദ്ധമായ കാര്യമാണ്. അങ്ങനെ കൊടുക്കാനും പാടില്ല, അത് വാങ്ങൽ അവർക്ക് ഹലാലുമല്ല. അല്ല, വല്ല പ്രതിഫലം ഉദ്ദേശിച്ച് ഓതി കൊടുക്കുകയാണെങ്കിൽ ശരി, അതൊരു മസ്അലയാണ്. അങ്ങനെ മയ്യത്തിന് മരിച്ചാൽ ഖുർആൻ ഓതിയ കിട്ടോ ഇല്ലേ എന്നുള്ളത്. ഇതല്ല, ഇത് പൈസക്കായിട്ട് വരികയാണ്. അങ്ങനെ പൈസ കിട്ടുന്നതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പരിപാടി നിന്നു പോകും. ഈ പൈസ കൊടുക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ ഓരോ മരിച്ച വീട്ടും നോക്കി ഇവർ വന്ന് മൗലന്മാർ ഇത് ഓതിത്തരും എന്നുള്ളത് പൂതി വെച്ചാൽ മതി, അത് ഉണ്ടാവുകയില്ല. ഈ പൈസ കിട്ടുന്നതുകൊണ്ട്, അവിടെ ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും വരുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായും വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണത് പാടില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ ഓതിയിട്ട് ഞാൻ കുറച്ചേരം 1 മണിക്കൂർ ഖുർആൻ ഓതിത്തരാം, അതിന് പൈസ, അത് പാടില്ല. ഏതുപോലെ ഞാൻ നിസ്കരിച്ചാൽ എനിക്ക് കുറച്ച്, ഞാൻ ഇമാം വന്നിട്ട് നിസ്കരിച്ചാൽ പൈസ അല്ല, നിസ്കാരത്തിനല്ല അവിടെ പൈസ വാങ്ങിക്കുന്നത്. അവൻ മറ്റ് ജോലികൾ ഒഴിവാക്കിയിട്ട് അവൻ പള്ളിയിലെ ഇമാമായിട്ടോ പള്ളിയിലെ ഉസ്താദായിട്ടോ മാറുന്ന അവൻ്റെ മറ്റ് ജോലികൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുക്കാഫത്താണ്. അല്ല, അതിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവന് എങ്ങനെ വരുമാനം ഉണ്ടാക്കും? എല്ലാവരും ജോലിക്ക് പോയ ആര് പള്ളിയുടെ കാര്യങ്ങൾ ഇമാമത്തും ആരേറ്റെടുക്കും? പള്ളിയിൽ ഉസ്താദ്മാരായിട്ട് ആരേറ്റെടുക്കും? എല്ലാവരും അവരവരുടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു മസ്ലഹത്ത് ഇല്ലാതായി തീരും. മസ്ജിദുകളിൽ ദീൻ പഠിപ്പിക്കാനോ ഖുർആൻ പഠിപ്പിക്കാനോ ആളില്ലാതായി തീരും. പക്ഷെ ഒരാൾ പറയണം, ഞാനിത് ളുഹറിന് 500 രൂപ, അസറിന് 1000, മഗ്രിബിന് ഓതേണ്ടതുണ്ട്, അപ്പോൾ 1500, ഇത് പാടില്ല, ഇത് ഹറാമാണ്, ഇത് നിഷിദ്ധമാണ്. ഇബാദത്തിന് വില പറഞ്ഞ് പൈസ വാങ്ങിക്കുക എന്നുള്ളത് പാടില്ല, അത് വേറെയാണ്. എന്നാൽ ഒരാളൊരു ജോലിയായി ആ ജോലിയുടെ സമയത്തിന് അയാൾ വാങ്ങുന്നത് അത് വേറെയാണ്. അത് ഇന്ന നിസ്കാരം ഒരു വക്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ഒരു വക്ത് അയാൾ ഉണ്ടായിട്ടില്ല, ഇമാം ഉണ്ടായില്ല, അപ്പം നിങ്ങൾക്ക് 500 കട്ട്, അല്ലെങ്കിൽ തറാവി നിസ്കാരം വന്നാൽ അങ്ങനെയല്ല, അത് വേറെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഖുർആൻ ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ പറഞ്ഞത്. ഇനി അതല്ല, ഒരാളൊരു കിതാബ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കിതാബ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വഅലൈഹി റദ്ഉ സഅഫ്റാൻ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹീൻ فقال يا رسول الله تزوجت امرأة قال ما استقتها قال وزن نواة من ذهب قال فبارك الله لك أولم ولو بالشاة. മഹാനായ സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ധനികനായ ഒരു സ്വഹാബിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കണ്ടു. അലൈഹി റദ്ഉ സഅഫ്റാൻ, സഅഫ്റാൻ എന്ന് പറഞ്ഞാൽ സാഫ്രോൺ, കുങ്കുമം. കുങ്കുമത്തിന്റെ ചില അടയാളങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലോ മറ്റോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹീം, അത് മഹീം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു അത്ഭുതത്തോടു കൂടി പറയുന്നില്ല, മാഷ എന്താ നിന്റെ കാര്യം എന്നൊരു അന്വേഷിക്കുന്ന ഒരു വാചകമാണത്. എന്താ കാര്യം? പെട്ടെന്നൊരു ഇല്ലാത്ത രൂപത്തിൽ ഒരാളെ കല്യാണം കഴിഞ്ഞാൽ അതിനനുസരിച്ചൊരു മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി ചോദിച്ചു, എന്തൊരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് തസവ്വജതു ഇംറഅ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു സ്ത്രീ വിവാഹം കഴിച്ചു. റസൂൽ ഉടനെ ചോദിച്ചു, മാ അസ്തഖ്തഹ, എന്താ മഹർ കൊടുത്തത് അവൾക്ക്? ഖാല വസ്നു നവാത്തിൻ മിൻ ദഹബ്, ഞാനൊരു ഈത്തപ്പഴക്കുരുവിന്റെ അത്രയുള്ള ദഹബ്, സ്വർണം, അതാണ് മഹർ കൊടുത്തത്. ഖാല ഫബാറകല്ലാഹു
ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബർക്കത്ത്, ബാറക്കല്ലാഹു ലക ദുആ ചെയ്തു. ഔലിം വലൗ ബിഷാ, ഒരാടർത്തിട്ട് നീ എന്ത് ചെയ്യണം, വലീമ നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ ധനികനായ നല്ല കച്ചവട കഴിവൊക്കെ ഉള്ള ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത് അത് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ അത്രയുമുള്ള സ്വർണം കൊടുത്തുകൊണ്ടാണ്. അത് പറയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ വളരെ കുറവുമല്ല, എന്നാൽ വലിയ കൂടുതലുമല്ല, ഒരു മിതമായിട്ടുള്ള ഒരു മഹറാണത്. അത് എത്ര ഗ്രാം ഉണ്ട് എന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ 1 പവനോ 2 പവനോ ഒരു ഈത്തപ്പഴയുടെ കുരുവിൻ്റെ അത്രയും മുഴുവൻ സ്വർണ്ണമായാൽ എത്ര ഉണ്ടാവും നമുക്ക് അറിയില്ല. അത് പഴയ കാലത്ത് ഇങ്ങനെ ഗ്രാമിലല്ല തൂക്കാറുള്ളത്, ഊക്കിയ അങ്ങനെയാണ് തൂക്കാറുള്ളത്. അപ്പം അത് ഒരു പണ്ഡിതന്മാർ പറയുന്നത് വലിയ ഒരു ഇതുമായിരുന്നില്ല, എന്നാൽ വളരെ കുറവും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുക്കുക എന്നുള്ള കാര്യം ഇവിടെ പറയാം. ഇപ്പം ഇവിടെ ഈ ഹദീസിലുള്ള ഫായിദകൾ, ഒന്ന്, ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശുഊനി സഹാബ, സ്വഹാബികളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള താല്പര്യം. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം കണ്ടപ്പോൾ, ഒരു വിവാഹം കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഇത് പലപ്പോഴും കാണാൻ സാധിക്കും, ചില ആളുകളെ കണ്ടിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ച് പ്രത്യേകം ചോദിക്കുക. അത് നല്ല കാര്യമാണ്. അതൊരിക്കലും തന്നെ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതിൽ പെടുകയില്ല എന്നാണ് പറയുന്നത്. ഒരാൾ പ്രത്യേകം മാറ്റം കണ്ടാൽ ചിലപ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുന്നതായിട്ട് കാണുകയാണ്, ചോദിക്കുക എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വല്ല രോഗമുണ്ടോ, ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ചോദിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അത് അയാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലൊരു അവസ്ഥയിലേക്ക് കണ്ടു, ശരീരത്തിൽ ആ ജാഫ്രാൻ്റെ ഒരു അടയാളമൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഅ്ശഅനുക്, എന്താണ് നിന്റെ കാര്യം, മഹീൻ എന്ന് പറഞ്ഞാൽ അതാണ്, മഅ്ശഅനുക്, എന്താണ് നിന്റെ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഫായിദ, അഹമ്മിയത്തു സദാഖ്, മഹറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്നുണ്ട്. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിക്കാഹ് കഴിഞ്ഞു, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് എന്താണ്, എന്താ സദക്ക കൊടുത്തത് എന്നാണ്. മാസ്തഖ്തഹ, എന്താണ് സദാഖ് എന്ന് പറഞ്ഞാൽ മഹർ കൊടുത്തത് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മഹർ കൊടുക്കുക എന്നുള്ളത് അത്രയും അനിവാര്യമായ കാര്യമായതുകൊണ്ടാണല്ലോ ഉടനെ തന്നെ അത് ചോദിച്ചത്. അല്ലാതെ വേറൊന്നും ചോദിച്ചിട്ടില്ല, വലീമ കഴിഞ്ഞോന്നോ വേറൊന്നുമല്ല. ആദ്യം ചോദിച്ചത് മഹർ എന്താ കൊടുത്തത് എന്നാണ്. അപ്പൊ അത് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നിർബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ വേറെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി, പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടി ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദ, ലാ ബുദ്ദ അൻ യകൂന സദാഖു ലായിഖൻ ബിസ്സൗജ്. ഈ സദാഖ് മഹർ എന്ന് പറയുന്നത് എപ്പോഴും വരന് യോജിക്കുന്ന തരത്തിലായിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ആളാണ്, ധനികനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതനുസരിച്ചിട്ടാണ് കൊടുത്തത്. എന്നാലും ഒരുപാടൊന്നും അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുമില്ല. വലിയ പണക്കാരനാണെന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ സ്വർണം കൊടുത്തിട്ടുമില്ല, നന്നെ കുറച്ചിട്ടുമില്ല. അപ്പം അദ്ദേഹം ഒരു മര്യാദ, ഇത്രയും പൈസ ഉള്ള ഒരാൾ വളരെ ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത് ചെയ്യേണ്ടതില്ല. കാരണം ബാക്കി എല്ലാത്തിനും പൈസ ചെലവാക്കുന്നത്, മഹർ മാത്രം അങ്ങനെ കുറക്കുക അതല്ല ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് പറ്റിയ തലത്തിൽ അത് കൊടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അതോടൊപ്പം തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന് ആളുകൾ എന്തല്ല പലപ്പോഴും ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതായത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് കൊടുക്കുന്നത് ജനങ്ങളുടെ അവസ്ഥക്കനുസരിച്ചിട്ട്. നാട്ടിൽ എത്ര കൊടുക്കുന്നത് അത് നോക്കിയൊക്കെ പലർക്കും വലിയ പ്രയാസമായിപ്പോ. ഇപ്പം നാട്ടിൽ പൊതുവെ കൊടുക്കുന്നത് 3 പവനാണ് 4 പവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പലർക്കും പ്രയാസമായിപ്പോവും. അദ്ദേഹം പറയാണ്, പല യുവാക്കളും കല്യാണം കഴിയാതെ ഒരുപാട് കാലം കഴിഞ്ഞു പോകുന്നുണ്ട്. വേറെ പല യുവാക്കളും കടം വാങ്ങുന്നുണ്ട്. എന്നിട്ട് ആ കടം കൊണ്ട് ഒരുപാട് കാലം കഷ്ടപ്പെടുകയാണ്. അത് നിക്കാഹ് കഴിച്ചതോടുകൂടി ഇവൻ്റെ തലവേദന തുടങ്ങിയതുപോലെയാണ്. കാരണം വലിയ പൈസ ചെലവിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, മഹർ വാങ്ങുന്നത്. വലിയ പൈസ ചെലവിട്ടിട്ടാണ് വലീമൊക്കെ കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് കൊടുത്താൽ മതി. ആളുകളെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം അതിൻ്റെ പ്രയാസം അനുഭവിക്കും. നിക്കാഹ് കൊണ്ട് കിട്ടുന്ന സമാധാനം അങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, നമ്മൾ ജനങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഓരോ വ്യക്തിക്ക് എന്ത്, നീ പൈസ ഉണ്ടോ എന്നാ നീ കൊടുത്തോളൂ, നല്ല രീതിയിൽ തന്നെ ആടർത്തിട്ട് കൊടുത്തോളൂ. പൈസ ഇല്ലേ നീ ചായം കടിയാക്കി കൊടുത്താൽ മതി. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി കുറേ കടം വാങ്ങിയിട്ട് നിക്കാഹ് കഴിക്കുന്ന സമയത്ത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം തിരിച്ച് പെണ്ണിൻ്റെ ഉപ്പമാരോട് നസീഹത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും വലിയ ഡിമാൻഡുകൾ വെക്കരുത്, നിങ്ങളുടെ മകൾക്ക് വലിയ ഡിമാൻഡുകൾ വെക്കരുത്. കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. ചിലപ്പോൾ നല്ല ദീനുള്ള ആളുകൾ എനിക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ നല്ല ദീനുള്ള ആളുകൾ അയാൾക്ക് ചിലപ്പോൾ അത്ര കൊടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ ആരാ വരിക? പിന്നെ നല്ല കച്ചവടക്കാരോ നല്ല പൈസ ഉള്ള ആൾക്കാരോ വരും, അവരായിരിക്കും വരിക.
പിന്നെ ദീനില്ലാത്ത ആളുകളെ ആയിരിക്കും നിനക്ക് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ തെരഞ്ഞെടുക്കാന്നാണ്. അത് തിരിച്ചും ബാധകമാണ്. ആണിനെ തെരഞ്ഞെടുക്കുമ്പോഴും ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവനെ തെരഞ്ഞെടുക്കണം. തരിബത്ത് യദാക്, നിന്റെ കൈകൾ മണ്ണ് പുരണ്ടാലും ശരി, അത് അവൻ്റെ അടുത്ത് കുറച്ച് കുറവാണ്, പക്ഷെ ദീനുണ്ടെങ്കിൽ അവനെ തെരഞ്ഞെടുക്കാം. മറ്റൊരിടത്ത് നല്ല പൈസ ഉണ്ട്. അതായത് ഇദ്ദേഹം ഇബ്നു സൈമൻ റഹ്മത്തുള്ളാഹി പറയും, രണ്ടാള് ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കാൻ വരികയാണ്. ഒരാളുടെ അത്യാവശ്യം പൈസ ഉണ്ട്, വലിയ മഹർ തരാൻ തയ്യാറാണ്, ചിലപ്പോൾ ഒരുപാട് കൊടുക്കും, സ്വർണ്ണമൊക്കെ ഒരുപാട് കൊടുക്കാൻ തയ്യാറാണ്, കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പക്ഷെ ദീനിൽ കുറവാണ്. ദീനിൽ അത്ര വലിയതൊന്നുമില്ല. ഇപ്പുറത്ത് നല്ല ദീനുള്ള ആളാണ്, പക്ഷെ മഹർ കൊടുക്കാനോ അതല്ലെങ്കിൽ അതൊരു എന്താ പറയുക വലിയ ധനാഢ്യനല്ല. ആരെയാണ് തെരഞ്ഞെടുക്കുക? തെരഞ്ഞെടുക്കേണ്ടത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദാ ജാഅകും മൻ തർദൗന ദീനഹു വഖുലുഖഹു ഫഅൻകിഹുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, മൻ തർദൗന ദീനഹു, അവന്റെ ദീനിൽ നിനക്ക് തൃപ്തിയുണ്ടെങ്കിൽ, വഖുലുഖഹു, അവന്റെ സ്വഭാവത്തിൽ തൃപ്തിയുണ്ടെങ്കിൽ, ഫഅൻകിഹു, നിങ്ങൾ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നാണ്. അവനാണ് വിവാഹം കഴിപ്പിക്കുക. അതപ്പുറത്തല്ല. പലരും നോക്കുന്നത് അങ്ങനെയല്ല. വലിയ കുടുംബത്തിൽ നിന്ന് വരണം, വലിയ സമ്പത്ത് വേണം, വലിയ ജോലി വേണം, ആ നിലക്ക് ആളുകൾ നോക്കുന്നത്. അപ്പൊ ദീൻ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ഭൗതികമായ കാര്യങ്ങൾ ആണ് പലപ്പോഴും പരിഗണിക്കുന്നത്. അപ്പൊ അത് ശരിയല്ല. മറിച്ച് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് സദാഖ് അഥവാ മഹർ എപ്പോഴും സൗജിന്, ഭർത്താവിന് യോജിക്കുന്ന തരത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് പറഞ്ഞത്. അല്ലാതെ ഒരുപാട് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് വലിയ ബറക്കത്തുണ്ടായി എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഏറ്റവും കുറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് മതിയായതാണ്. മറ്റൊരു ഫായിദ, അൽ ഫായിദ റാബിയ അൽ അമലു ബിൽ ഖറാഇൻ, തെളിവുകൾക്കനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ പ്രത്യേകം ചോദിച്ചല്ലോ. അപ്പൊ അത് കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാതെ നിന്നിട്ടില്ല. ചില തെളിവുകൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ മതിയായതാണ് എന്നാണ് പറയുന്നത്. അൽ ഫായിദത്തുൽ ഖാമിസ അന്നഹു യംബഗി ലിൽ ഇൻസാനി അൻ യദ്ഉ ലിൽ മുതസവ്വിജി ബിൽ ബറക, വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക്കല്ലാഹു ലക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില റിവായത്തിൽ അത് പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. വേറെ ദുആയായിട്ട് ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, അല്ലാഹു നിനക്ക് ബറക്കത്ത് തരട്ടെ, നിങ്ങളുടെ മേൽ ബറക്കത്ത് ചൊരിയട്ടെ, നിങ്ങൾക്കിടയിൽ ഖൈറായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരുമിപ്പിക്കട്ടെ എന്ന ദുആയാണ്. അത് പലരും ചെയ്യാറില്ല എന്നുള്ളത് മാത്രമല്ല, വേറെ പല ആധുനികമായ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, ഇതൊക്കെ ആയിരിക്കും കാര്യമായിട്ട് വന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരെന്തെങ്കിലും കണ്ടുപിടിച്ചത് അത് വന്നിട്ട് പറയുക, അല്ലെങ്കിൽ ഹാപ്പി മാരീഡ് ലൈഫ്, ഇതൊക്കെയാണ് വലിയ കാര്യമായിട്ട് വലിയ അഭിമാനത്തോടുകൂടി പറയുന്നത്. ഈ ബറക്കത്തിന്റെ ദുആ അതറിയില്ല, അതറിയാത്തതിന് വേണ്ടി കുറവുമില്ല. ഇനി ഇംഗ്ലീഷ് വാക്ക് അറിയാത്തതിനാണ് പലപ്പോഴും പലർക്കും ജാള്യതൊക്കെ. ഈ അറബിയിൽ ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ ബാറക്ക ഒന്നും കിട്ടുന്നേ ഇല്ല. ഖുർആൻ ഓതാൻ പറഞ്ഞാൽ തപ്പി തന്നെ. ഇംഗ്ലീഷൊക്കെ ഭയങ്കര അതിന്റെ ഫോണോട്ടിക്സും അതിന്റെ എല്ലാവിധം പറ്റാവുന്നതൊക്കെ പഠിച്ച് മക്കളും അതിനൊക്കെ അതാണ് ഈ എളുപ്പമുള്ളൊരു ദുആ. അപ്പൊ ഇങ്ങനത്തെ ആളുകളെ കൊണ്ട് വലിയ ഉപകാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിന്. അതുകൊണ്ട് നല്ല ദുആ ചെയ്താൽ, ഈ ഒരു ബറക്കത്തിന്റെ ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ ആ കുടുംബത്തിനും പിന്നീടുള്ള സമൂഹത്തിനൊക്കെ എത്ര വലിയ ഖൈറുള്ള കാര്യമാണ്. അല്ലാഹു തആല ഈ ദുആ സ്വീകരിച്ചാൽ അവരുടെ ഇടയിൽ ബറക്കത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവരെ ഖൈറിൽ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് തുല്യമായി മറ്റ് സമ്മാനമില്ല. വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു പേജ് ദുആ ഒന്നും പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. വളരെ എളുപ്പം ബാറക്കല്ലാഹു ലക ബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ, അത് പറഞ്ഞാൽ മാത്രം മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, അത് ചെയ്യണം. അൽ ഫായിദത്തു സാദിസ സുൻഉ വലീമത്തിൻ ലിസ്സവാജ്, വലീമ, കല്യാണത്തിനൊരു വലീമ നിശ്ചയിക്കുക എന്നുള്ളത് അത് മുസ്തഹബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമല്ല, മുസ്തഹബായ കാര്യമാണ്. ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അല്പം ധനികനാണ്. അതുകൊണ്ട് തന്നെ ആടിനെ അറുത്തിട്ട് തന്നെ ഔലിം വലോബിഷാത്ത്, ആടിനെ അറുത്തിട്ട് തന്നെ ആളുകൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലും ധാരാളിത്തം കാണിക്കുന്ന ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും. ഒരുപാട് സമ്പത്ത്, നിക്കാഹിന്റെ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമ്പത്ത് അതിനുവേണ്ടി എന്ത് ചെയ്യാണ്, നശിപ്പിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്ത് അതിന് തെറ്റൊന്നുമില്ല. ആട് തിന്നോണ്ടോ ഒട്ടകം തിന്നോണ്ടോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, ദുർവ്യയം കാണിക്കരുത്. ആവശ്യത്തിലധികം ഉണ്ടാക്കിയിട്ട് ഒരുപാട് കൊണ്ടുപോയി കളയുക, അത് ശരിയല്ല. മറിച്ച് ആവശ്യത്തിന് ഉണ്ടാക്കുക, എന്നിട്ട് അല്പം വന്നാൽ അത് മറ്റുള്ളവർക്കോ മറ്റോ കൊടുക്കുക, അതല്ലാതെ കളയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അത്തരം ദുർവ്യയം നടത്തുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് വലീമ നടത്താൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മളെപ്പോഴും മിതത്വം കാണിക്കുക, ജീവിതത്തിന് മറ്റു മേലതും പൊങ്ങച്ചം കാണിക്കേണ്ട ഒരവസ്ഥയായി കല്യാണം പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വലിയ ഖേദകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത അധ്യായം കിതാബു ത്വലാഖാണ്, ത്വലാഖുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വരും ക്ലാസ്സുകൾ മനസ്സിലാക്കാം. വഹാദ അല്ലാഹു തആല അലം.
وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب